ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പകുതി പിന്നിട്ട് കഴിഞ്ഞു. ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരൊറ്റ സൈനിങ് പോലും നടത്തിയിട്ടില്ല. 4 താരങ്ങൾ ക്ലബിനോട് ഗുഡ് ബൈ പറയുകയും ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. അങ്ങനെ ഒരു താരത്തെ കൊണ്ടുവരണമെങ്കിൽ മറ്റൊരു വിദേശ താരത്തെ ഒഴിവാക്കേണ്ടി വരും. ആ താരം ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരുപാട് റൂമറുകൾ പ്രചരിച്ചിരുന്നു. മിലോസ് ഡ്രിൻസിച്ചിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു, പെപ്രയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു, അതുപോലെ തന്നെ അലക്സാണ്ടറെ കോയഫിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോഴിതാ IFT ന്യൂസ് മീഡിയ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. അതായത് അലക്സാണ്ടറെ കോയഫിനെ ഒഴിവാക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിടാനാണ് ക്ലബ്ബ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പുതിയ ഒരു വിദേശ താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിലുള്ള അനൗൺസ്മെന്റ്, പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് IFT ന്യൂസ് മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോയഫിനായിരിക്കും ക്ലബിലെ സ്ഥാനം നഷ്ടമാവുക എന്നാണ് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന റൂമറുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ക്രൊയേഷ്യൻ താരമായ ഡിയേഗോ സിവലോവിച്ചിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാതെ പോവുകയായിരുന്നു. കോയഫിന് ഇനി ക്ലബ്ബുമായി 6 മാസത്തെ കോൺട്രാക്ട് മാത്രമാണ് അവശേഷിക്കുന്നത്. 1 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു അദ്ദേഹം ഒപ്പുവെച്ചിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ അദ്ദേഹത്തിന് മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരൽപ്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന പൊസിഷനിൽ കളിച്ചപ്പോഴാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.